എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഒരു ചെറിയ സൈക്കിൾ ടൂറിൻ്റെ വീഡിയോയാണ്. ടൂറായിട്ടൊന്നുമില്ല, നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ചെറിയ കുറച്ച് സന്തോഷമുള്ള ചില കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കൂട് കാണിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വേറൊന്നുമല്ല, ഈ ഒരു കൂട് ഈച്ചകളുടെ കൂടാണ് കേട്ടോ. ഇതിങ്ങനെ കുറേ സ്ഥലത്തുണ്ട്, നല്ല രസമായിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓരോ സെക്ഷനും ഓരോ രീതിയിൽ നമ്മളത് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷനാണ്. ഈച്ചകൾക്കും കാണും നല്ല അട്രാക്ഷൻ. എന്താ രസം. ഇവിടെ പിന്നെ ഈച്ചകളെയൊന്നും കൊല്ലാൻ പാടില്ല, അത് പിന്നെ അറിയാലോ. ഇവിടെ നല്ല വലിയ പിഴയാണ് സത്യം പറഞ്ഞാൽ ഈച്ചേനെയൊക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ. ഈച്ച വന്നാൽ അനങ്ങാതെ നിന്നോളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈച്ച എന്ന് വെച്ചാൽ ആ ഒരു ഇനത്തിൽപ്പെട്ട എല്ലാ സാധനങ്ങളും കേട്ടോ. പിന്നെ ഏറ്റവും സന്തോഷം ഉണ്ടായൊരു കാര്യം, പോയ വഴിക്ക് ഈ ആളെ കണ്ടു എന്നുള്ളതാണ്. എന്താണെന്നല്ലേ നോക്കിയാൽ, നമ്മുടെ ഈ ഒരു പൂവ്, ഇത് സാധാരണ വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന സംഭവമാണിത്. ഈ ഒരു പൂ കായ്ച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിൻ്റർ പോയി എന്നാണ്. പിന്നെ നമ്മുടെ ലൈറ്റ്, അതായത് ഡേ ലൈറ്റൊക്കെ കൂടും, ഡേയുടെ ലെങ്ത് കൂടും. അങ്ങനെ ഇനി എന്താ പറയുന്നത്, കളർഫുൾ ഡേയ്സ് ആർ കമ്മിങ് എന്ന് പറയുന്നൊരവസ്ഥയിലാണ് കേട്ടോ. എന്തായാലും എന്നാന്നറിയില്ല, അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ കുറച്ച് ഉറുമ്പുകളെ കണ്ടെന്നേ. ഉറുമ്പുകളെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ചോദിക്കല്. ഈ വിൻ്ററൊക്കെ ആയിരുന്നുകൊണ്ട് ഉറുമ്പൊന്നുമില്ല, ഇങ്ങനത്തെ ചെറിയ ജീവികളൊന്നും ഇല്ലാവില്ലല്ലോ. അപ്പോൾ അതിനെയൊക്കെ കണ്ടു. പിന്നെ ഈ ഒരു വലിയ മരത്തിൻ്റെ താഴെയാണ് കേട്ടോ ഉറുമ്പുകളെ കണ്ടത്. നല്ല കുറേ ഉറുമ്പുകളുണ്ടായിരുന്നു. പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ മരത്തിൻ്റെ ഇലയൊക്കെ വന്ന് ഇനി മൊത്തം അങ്ങോട്ട് സെറ്റാവും. എനിക്കെൻ്റെ ആപ്പിൾ മരം കണ്ടപ്പോൾ അപ്പടി വിഷമമായിപ്പോയി കേട്ടോ. അത് കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇരിക്കണേ, എന്നാലും കണ്ടപ്പോൾ ഒരു വിഷമം. പിന്നെ ഞാൻ 2-3 ആപ്പിളിൻ്റെ ഈ കമ്പ് വെട്ടി നമ്മൾ വെള്ളത്തിലിട്ട പൂ ഉണ്ടായി വരും കേട്ടോ അതിൻ്റെ അകത്തുനിന്ന്. അതൊക്കെ വെട്ടിക്കൊണ്ട് പോന്നു. വെട്ടിക്കൊണ്ടല്ല, 2-3 കമ്പ് അടിച്ചുകൊണ്ട് പോന്നു. പിന്നെ ഇവിടെ ആയാലും ഈ ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. പൂത്തിട്ടില്ല. ഇനിയിപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഫുൾ കളർഫുള്ളായിരിക്കും. അപ്പോൾ ബൈ.